അസ്സലാമലൈക്കും. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു ഫാർമേഴ്സ് മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ സാധനങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്, വളരെയേറെ പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലായ ഫ്രഷ് ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെയുള്ള എല്ലാം കേട്ടോ. ഈ മാർക്കറ്റിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. കാരണം വെച്ചാൽ സ്പൈസസിൻ്റെ സ്മെല്ലും ഫ്രഷ് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേക തരം സ്മെല്ലായിരുന്നു അവിടെയൊക്കെ നടക്കുമ്പോൾ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഉപ്പിലിട്ടത്, അതുപോലെ തന്നെ നമ്മുടെ തേന്, ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹോം മെയ്ഡ് സാധനങ്ങൾ, സ്നാക്സ്, ബേക്കറി ഐറ്റംസ്, ബ്രെഡ്സ്, ഹണി, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് ഇവിടെ. എല്ലാം ഫ്രഷ് ഓർഗാനിക് ആണെന്ന് മാത്രം. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള മാർക്കറ്റ് കിട്ടുക. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഫാമിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. കെമിക്കൽ ഫെർട്ടിലൈസറൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ കാണാൻ. അങ്ങനെ കാനഡയിലും ഫാർമേഴ്സ് മാർക്കറ്റ് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ എല്ലാ സ്റ്റാളുകളിലും നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റുന്ന ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെയും സാമ്പിൾ നമുക്ക് കഴിക്കാൻ കിട്ടുമായിരുന്നു, എല്ലാ ഫ്ലേവറിൻ്റെയും. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ വാങ്ങിച്ചാൽ മതിയല്ലോ. ചില സാധനങ്ങളുടെ ടേസ്റ്റ് നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അത് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ടൈപ്പ് സാധനങ്ങളായിരിക്കുള്ളൂ. കഴിക്കാത്ത പല വെറൈറ്റികളായിട്ടുള്ള ടേസ്റ്റുകളുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും അതെ, ഒരുപാട് ഐറ്റംസ് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നല്ല നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു. പിന്നെ ഇവിടുത്തെ പിക്കിൾസ്, അതുപോലെ സ്നാക്സൊക്കെ ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. നമ്മൾ കാണാത്ത ടൈപ്പ് സ്നാക്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തേനുണ്ടായിരുന്നു. തേൻ വെച്ചാൽ റോ ആയിട്ടുള്ള തേനാണ്, കെമിക്കൽ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ്ലി നേച്ചറിൽ നിന്ന് കിട്ടുന്ന തരത്തിലുള്ള തേനായിരുന്നു അവിടെ. ഇവിടുത്തെ ഫാമേഴ്സിൻ്റെ മുഖത്തൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു എന്നറിയുക. കാരണം വെച്ചാൽ ആൾക്കാരൊക്കെ നന്നായി വാങ്ങണമുണ്ട് ഇട്ട സാധനങ്ങളൊക്കെ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ പോണത്. പിന്നെ ഇവർക്കതൊരു ബിസിനസ് മാത്രമായിട്ടല്ല എനിക്ക് തോന്നിയത്. ഇവർക്കത് എന്താ പറയുക, അവർ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണല്ലോ. അതിൻ്റെ ഒരു സന്തോഷം ഒരു മുഖത്ത് കാണുന്നുണ്ടായിരുന്നു. നമുക്ക് കഴിച്ച് നോക്കിയിട്ട് വാങ്ങാൻ പറ്റുന്ന കാരണം നമുക്ക് ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് തോന്നില്ല. കാരണം വെച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ള ക്വാളിറ്റിയാണ്. പിന്നെ എനിക്ക് ഇതിൽ കൂടെ നടക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലും ഞാനിതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്തിരുന്നു. അതൊക്കെ ഇങ്ങനെ ഞാൻ നന്നായി ഓർത്തായിരുന്നു. കാരണം വെച്ചാൽ നമ്മളുണ്ടാക്കിയ വെജിറ്റബിൾസ് വെച്ചിട്ട് നമ്മൾ ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കാരണം നമ്മൾ കെമിക്കൽ ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നിയിരുന്നത്. അതെനിക്കിവിടെ നടക്കുന്ന സമയത്ത് അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. നമ്മൾ കഴിക്കണ ഫുഡ് നാച്ചുറൽ ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഹെൽത്തും ഇതുപോലെ തന്നെ അടിപൊളിയാവും. കെമിക്കൽസൊക്കെ കുറയുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ ഹെൽത്തി ആവുകയും ചെയ്യും, റിലാക്സ് ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നാച്ചുറലായിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാരണം വെച്ചാൽ നമുക്ക് ആരോഗ്യത്തിനും നമ്മൾ വീട്ടിൽ പച്ചക്കറികൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആരോഗ്യത്തിനായാലും അത് നല്ലതാണ്. കാരണം വെച്ചാൽ നമുക്ക് അതിനെ സംരക്ഷിക്കലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഫോണിൽ നോക്കിയിരിക്കുന്ന പരിപാടിയൊക്കെ കുറേയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ നാച്ചുറലായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. പിന്നെ ഇവിടുന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇരുന്ന് കഴിക്കാനുള്ള ഒരു ഭാഗം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയറും ടേബിളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവിടെ പാട്ടൊക്കെ പാടുണ്ടായിരുന്നു ആൾക്കാർ നിന്നിട്ട്. അപ്പോൾ നമുക്കങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. കുട്ടികളും വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, മൈക്രോ ഗ്രീൻസ് അങ്ങനെയല്ലേ ഇതിനെ പറയുക. ഇത് ഭയങ്കര ഔഷധ ഗുണമാണ്. നമുക്ക് ഉപ്പേരി പോലൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ കേട്ടോ. നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ അത് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇത് പിന്നെ കോണുകളാണ് കേട്ടോ, പല ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള കോണുകൾ. പിന്നെ ചിലതിൽ കോണുകൾ എന്തോ മുക്കിയിട്ടൊക്കെ അവർ ഫ്രൈ ചെയ്ത കോണുകളൊക്കെ ഉണ്ട്. പിന്നെ പല കളേഴ്സിൽ കാണുന്നുള്ള കോണ് നമ്മുടെ നാട്ടിലുണ്ട്, ഓർണമെൻ്റൽ കോൺ അങ്ങനെ എന്തോ പറയുക. ഒരു കോണിൻ്റെ ഉള്ളിൽ തന്നെ പല കളേഴ്സായിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന സംഭവങ്ങൾ തന്നെ. ഞാനിവിടെ നമ്മുടെ നാട്ടിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ കണ്ടു. സത്യത്തിൽ ഞാൻ ഇവിടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പോയതല്ല. കാരണം വെച്ചാൽ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കയറിയതാണ്. ഇത് ഉണ്ടെന്ന് വെച്ചിട്ട് കയറിയതല്ല. അപ്പോൾ അത് കാരണം ഞാൻ കിട്ടിയ വീഡിയോസ് ഇങ്ങനെ എടുത്തുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അവിടെ പാട്ടൊക്കെ പാടുണ്ടായിരുന്നു, അതൊക്കെ കേട്ടു. അതുപോലെ തന്നെ നാട്ടിലാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്സിബിഷന്, അതുപോലെ ഫ്ലവർ ഷോ, അതുപോലെ ഇങ്ങനത്തെ മാർക്കറ്റുകളൊക്കെ, കുടുംബശ്രീ മാർക്കറ്റുകൾ എല്ലാത്തിലും ഞാൻ പോവും. പിന്നെ അതുപോലെ തന്നെ ഫാർമേഴ്സിൻ്റെ അതുപോലെ തന്നെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്.
ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കണ്ട എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.